ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു ആപ്ലിക് വർക്ക് വരുന്ന ഡിസൈനാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തുണിയിൽ ഇങ്ങനെ ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ചെയ്യാം. ഇതിലാണ് നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പീസ് നെറ്റ് എടുക്കാം. ഈ നെറ്റിൻ്റെ വീതിയും നീളവും ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈനേക്കാളും കുറച്ചും കൂടി ലെങ്ത് വേണം. ഇനി ഈ നെറ്റ് പീസ് മെയിൻ ഫാബ്രിക്കിന് മുകളിൽ വെച്ചിട്ട് ഈ ഡ്രസ് പിൻ ഉപയോഗിച്ചിട്ട് പിൻ ചെയ്യാം. അപ്പോൾ ഈ പിൻ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസൈനകത്ത് ലൂസ് വരാത്ത രീതിയിലാണ് പിൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നെറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് പിൻ ചെയ്താൽ നമുക്ക് ആ ഡിസൈൻ നന്നായിട്ട് നെറ്റിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ ഔട്ട്ലൈനിൽ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പിന്നെല്ലാം ഇളക്കി മാറ്റാം. എന്നിട്ട് ഈ നെറ്റ് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ പിടിക്കാം. പിടിച്ചിട്ട് നമ്മൾ ഈ നെറ്റ് ഇങ്ങനെ പിടിച്ച് മുറുക്കി ചുറ്റിയെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഈ നെറ്റിന് മുകളിലൂടെ വീണ്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഒത്തിരി നെറ്റ് നമ്മളിങ്ങനെ മുറുക്കി ചുറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന് മുകളിൽ നമുക്ക് ഇങ്ങനെ പിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിന് നേരെയായിട്ട് നെറ്റിന് മുകളിലൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ നെറ്റ് കട്ട് ചെയ്തെടുക്കാം. നെറ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചിനോട് ചേർത്ത് സ്റ്റിച്ച് കട്ടായി പോകാത്ത തരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള നെറ്റ് ലോക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രെയിമിൽ നിന്ന് തുണി മാറ്റി കഴിയുമ്പോൾ നെറ്റ് ഇളകിപ്പോകും. ഇതിന് വേണ്ടിയിട്ട് ഈ ചെയിൻ സ്റ്റിച്ചിന് മുകളിലൂടെ നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ചിൻ്റെ എല്ലാം ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടം വരെ മാത്രമല്ല നമുക്ക് സിക്സാഗ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഔട്ട്ലൈനിൽ മുഴുവനും
നമുക്ക് മുന്നേ ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ആ ചെയിൻ സ്റ്റിച്ചിന് മുകളിലായിട്ട് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാം. സിഗ്സാഗ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫാബ്രിക്കിൻ്റെ കളറുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിന് ചുറ്റും ചെയിൻ സ്റ്റിച്ചിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. കാരണം നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുണിയിൽ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെയുള്ള ഈ ഒരു സ്പേസിൽ നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിനകത്ത് നമുക്ക് ബീഡ്സ് ഫില്ല് ചെയ്യാം. ഇത് ചെറിയ സൈസിലുള്ള റൗണ്ട് ബീഡാണ്. രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് കൊടുത്ത് ഫില്ല് ചെയ്യാം. ബീഡ്സ് ഫില്ല് ചെയ്തപ്പോൾ നമ്മുടെ ആദ്യം കൊടുത്തിട്ടുള്ള ഔട്ട്ലൈനിൽ ഒരു വശത്തെ ഔട്ട്ലൈനിന് മുകളിലായിട്ട് ബീഡ്സ് സ്റ്റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും കൂടി ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ എവിടെ വരെയാണ് ഔട്ട്ലൈൻ ഇല്ലാത്തത് അവിടെ വരെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊണ്ട് വീണ്ടും ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇനി നെറ്റിന് മുകളിൽ നമുക്ക് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൽ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഈ വലിയ ലീഫിൻ്റെ ഡിസൈനിലും കട്ട് ബീഡ്സ് ഫില്ല് ചെയ്യാം.
ഇനി അടുത്ത് നമുക്ക് ഈ ചെറിയ ലീഫ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലീഫിൽ ഷുഗർ ബീഡ്സ് കൊണ്ടൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി ഈ ഔട്ട്ലൈനകത്ത് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ലോഡ് സ്റ്റിച്ച് ഫില്ല് ചെയ്യാം.